ഇന്ന് എൻ്റെ പിങ്ക് ക്ലൗഡിലൊരു പൂ വിരിയുകയാണ്. ഇത് നമ്മൾ കൈകൊണ്ട് വിരിച്ചു കൊടുത്താലും നല്ല ഇതായിട്ട് വിരിഞ്ഞു വന്നോളൂ. പക്ഷേ ഞാനിപ്പോൾ ഇന്നും കൂടെ വെയിറ്റ് ചെയ്യുന്നു. നാളെ അത് കൈകൊണ്ട് വിരിച്ചു കൊടുക്കും. നല്ലൊരു ഫ്ലവറിങ് ആണ്. നല്ല എപ്പോഴും പൂവാകും മിക്കവാറും. ഇപ്പോൾ അടുത്തതും ആയിട്ടുണ്ട്, താഴേന്ന് പൊട്ടുന്നുണ്ട്. പിന്നെ അടുത്തത് പിന്നെ ജിൻസി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. ജിൻസി അതും നല്ല ഫ്ലവറിങ് ആണ്. ഏത് സമയം പൂവാണ്. ഇത് ഈ വെറൈറ്റിയാണ് ജിൻസി. അതിൽ നിന്ന് നിറച്ച് പൂക്കളുണ്ട്. ജിൻസി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഇത് നാൻഗുവ എന്ന് പറയുന്ന ഒരു ആമ്പലാണ്. ലോട്ടസ് അല്ല, ആമ്പലാണ്. ലില്ലി, വാട്ടർ ലില്ലി, നാൻഗുവ എന്നും പറഞ്ഞ്. അതും എപ്പോഴും പൂ കാണും. പക്ഷേ അതിന് ചോട്ടിൽ നിന്ന് ചെടികൾ കുറവാണ് പൊട്ടുന്നത്. നിറച്ച് പൂ കാണും ഇപ്പോഴും. ഇത് സൺഡേ മണ്ടേയിലും പൂക്കളൊക്കെ ആയി നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ മഴ വരുമ്പോൾ എല്ലാം കുറയും. നല്ല ഇതായിട്ടുണ്ട് പൂക്കൾ. പിന്നെ ചെത്തി നിൽക്കുന്നു. ഡാർക്ക് ചെത്തി 3-4 വെറൈറ്റി ഉണ്ട്. ഇത് ചെത്തി ഇരിക്കുന്ന പോട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ സ്വയം ഞാൻ ഉണ്ടാക്കിയതാണ്. സിമെൻ്റൊക്കെ വെച്ചിട്ടൊരു കവറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അതിനകത്ത് മണ്ണ് നിറച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഒരു മരത്തിൻ്റെ ഷേപ്പിൽ. പിന്നെ ഈ പോട്ട് ഞാൻ ഉണ്ടാക്കി. ഈ ചെത്തിയിരിക്കുന്ന ഈ പോട്ട് ഒക്കെ ഉണ്ടാക്കി. പിന്നെ ഇത് വെള്ള അരുളി. ഈ അരുളിയിൽ എപ്പോഴും നിറച്ച് പൂക്കളാണ്. എപ്പോഴും നല്ല പൂവുള്ളതാണ്. പിന്നെ ഇത് ചെടി. പിന്നെ അടീനിയൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് നന്നായി പൂക്കുന്ന സമയമാണ്. വേറെ ഇത് ആലപ്പുഴ മുല്ല എന്ന് പറയും. ഇതിൽ നിറച്ച് പൂവാകും. ഇത്തവണ ലേറ്റായിട്ടല്ലേ, നേരത്തെ ഉണ്ടാകണ്ട. എന്താണോ ചൂട് കൊണ്ടാണെന്ന് അറിയത്തില്ല, താമസിച്ചാണ് ഉണ്ടായത്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായി. പിന്നെ ഇത് ഓർക്കിഡുകളാണ്. ഒക്കെ കീടങ്ങൾ ആക്രമിക്കുന്നുണ്ട്. ഇത് ഡാൻസിങ് ഗേൾ. 5-6 വെറൈറ്റി ഓർക്കിഡ് എനിക്കുണ്ട്. ഇത് ഡെൻഡ്രോബിയം. ഇത് വേറൊരു വെറൈറ്റി. ഇത് സ്പൈഡർ ഓർക്കിഡ് എന്ന് പറയും. സ്പൈഡറിൻ്റെ പോലെയാണ് അതിൻ്റെ പൂവൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതും വേറൊരു വെറൈറ്റിയാണ്. ഇത്രയുണ്ട്. പിന്നെ ഇനി അപ്പുറ സൈഡിലാണ്. ഇത് ഫെലനോപ്സിസ് എന്ന് പറയുന്ന ഓർക്കിഡുകൾ കുറച്ച് റേറ്റ് കൂടിയ വെറൈറ്റിയാണ്. അത് പൂവാകുന്നതേ ഉള്ളൂ. മിക്കവാറും ജൂൺ ജൂലൈ ആകുമ്പോൾ പൂവാകും. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്, 2 എണ്ണം ഉണ്ട് അതിൻ്റെ വെറൈറ്റി. പിന്നെ ഇത് ഒൻസീഡിയം പൂവെല്ലാം കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ ഡെൻഡ്രോബിയം വെറൈറ്റിയാണ്. ഇതും അതെ. പിന്നെ ഇത് നാനോ ഓർക്കിഡ് എന്ന് പറയും. ഇതിൻ്റെ പൂവെല്ലാം കുറഞ്ഞിരിക്കുക ഇപ്പം പോയി. ഇത് മൊക്കാറ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ യെല്ലോ കളറുണ്ട്. ഇതിനകത്തൊരു ഡോവ് ഇരിക്കുന്ന ഒരു ഷേപ്പാണ്. ഡോവ് ഓർക്കിഡ് എന്നും പറയും ഇതിന്. ഇത്രയാണ് ഇന്നത്തേക്കുള്ളത്. ബാക്കി നാളെ. ഇതിൻ്റെ വളം എങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ 19 ഇടും. അപ്പം നല്ല ബുഷിയായിട്ട് വരും. പിന്നെ അത് കഴിയുമ്പം നമ്മൾ ഇത് 19, അതായത് NPK കുറഞ്ഞത്, നൈട്രജൻ കുറഞ്ഞ ടൈപ്പ് വളങ്ങളിടണം. അങ്ങനെ താമരയ്ക്കും അതുപോലെ തന്നെ. അല്ലെങ്കിൽ എല്ലുപൊടി, ജൈവമാണ് ചെയ്യുന്നതെങ്കിൽ എല്ലുപൊടി ഇടണം. പിന്നെ ഇനി അടുത്ത ദിവസം സിൻഡ്രല്ലയെക്കുറിച്ചും ടേബിൾ റോസിനെക്കുറിച്ചും ഒരു വീഡിയോ ഇടാം.